തീരുമാനമാണ് ഒരൊറ്റ തീരുമാനമുള്ളൂ. അപ്പൊ പിന്നെ ഉറക്കാതെ വേറെ വഴിയില്ലല്ലോ. അതെ 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 ഒരുപാട് അല്ല, കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. സിനിമയെ കൃത്യമായിട്ട് സ്റ്റഡി അല്ല, ഇഷ്ടപ്പെടുന്നു, അത് സ്റ്റഡിയും ചെയ്യുന്നുണ്ട്. സ്റ്റഡി ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ അതിനു വേണ്ടിയാണ്. അതിനു വേണ്ടിയില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ല, കാരണം എൻ്റെ കാഴ്ചയിലാണ് ഈ സിനിമ ഇത്രയധികം വർണ്ണാഭമായിട്ട് വളർന്നതും തകർത്താടിയതും ഈ 80s അല്ലേ. തിയേറ്ററിൽ ഇരുന്ന് കിട്ടുന്ന കയ്യടികളോ, അത് കയ്യടി കിട്ടുമ്പോൾ താരത്തിന് ഗുണം എന്നുള്ളതല്ല, കയ്യടിക്കുന്നവൻ കാണുന്നവനും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ ഗുണമുണ്ടാവുന്നുണ്ട് അല്ലേ. ഈ മൊബൈലും ലാപ്ടോപ്പിലും കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആവുമോ? ഒരിക്കലും ഇല്ല. കാണുന്നുണ്ടോ കറക്റ്റായിട്ട്? മറ്റത് ഓരോ കണ്ണിലുണ്ടാവുന്ന വ്യത്യാസം വരെ നമുക്ക് ഇവിടെ കിട്ടും. കൃത്യമാണ്. അതെല്ലാവരും ഇൻസ്പയർഡ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആവണമല്ലോ, വേണം. അല്ലാതെ വെറുതെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. എന്തെങ്കിലും രീതിയിൽ അവൻ അഭിനേതാവായി തന്നെ മാറണമെന്നില്ല. ജീവിതത്തിൽ ചിലപ്പോൾ പല തീരുമാനങ്ങളിലും മാറ്റങ്ങൾ വരും അല്ലേ. മാറ്റങ്ങൾ അവൻ്റെ മറ്റൊരാളുടെ പെയിൻ അറിയാൻ പറ്റും, ദൂരം അറിയാൻ പറ്റും, എല്ലാവരും കൂടി ചേർന്നുണ്ടാവുന്ന ആ ഇമ്പം അറിയാൻ പറ്റും. ഷൈൻ്റെ നിലപാടുകളാണ് എൻ്റെ നിലപാട്. തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സിനിമയ്ക്ക് അത്രയും കിട്ടുന്ന ഫലം വേറെ ഒന്നിലും കണ്ടാൽ കിട്ടില്ല. പക്ഷേ ഒരു നിർമ്മാതാവിന്റെ ഒരു കാര്യം, നിർമ്മാതാവിന്റെ സൈഡ് നോക്കുമ്പോൾ ബിസിനസ് ആണ്, പൈസ മുടക്കുന്ന പൈസ. അപ്പൊ അതിനനുസരിച്ച് മുടക്കിയാൽ മതി. എന്തിനും 30 കോടിക്ക് പടം എടുക്കുന്നത് കേരളത്തിൽ? വൈ? ഇവിടുത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് എന്താ ശമ്പളം അറിയോ? എനിക്ക് അത്രയും അറിയില്ല, ജ്ഞാനമില്ല. അത്രയും 2 ലക്ഷത്തിന് കൂടുതൽ ഉണ്ടാവോ? ഉണ്ടാവും. 3 ലക്ഷത്തിന് കൂടുതൽ ഉണ്ടാവോ? ഹൈക്കോടതി ജഡ്ജി 5 ലക്ഷത്തിന് കൂടുതൽ ഉണ്ടാവോ? വരില്ല. 1 കോടി ഉണ്ടാവോ? ഇല്ല, വരില്ല. 5 ലക്ഷത്തിന് മുകളിലൊന്നും വരില്ല. ഒരു ആക്ടറിന്റെ ശമ്പളം എത്രയാണെന്ന് അറിയോ? അവർ കുറയ്ക്കാൻ തയ്യാറാണ് ആക്ടർ. എന്തിനാ കൂട്ടണ? കൂട്ടുമ്പോ എന്തിനാ കൊടുക്കണ? അത് എന്തിനാ? അതിൻ്റെ ഇടകളിൽ ഉണ്ടാകുന്ന ഇടനിലക്കാരും പിന്നെ അവരുടെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുണ്ടായ കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടും അവർ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്ത്രപരമൊക്കെ ആയിട്ടുണ്ടാവും. ഷൈൻ അന്ന് മേടിച്ച ശമ്പളം ഇന്ന് മേടിക്കുന്നത് അല്ല. ഷൈൻ കൂട്ടിയില്ലേ? കൂട്ടി. എത്ര കൂട്ടി? അല്ല, കൂട്ടിയില്ലെന്ന് വെച്ചാൽ എത്ര? ഷൈൻ ചിലപ്പോൾ 1000 രൂപ ആയിരിക്കും കൂട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 100 രൂപ ആയിരിക്കും കൂട്ടിയില്ലേ എന്ന് എൻ്റെ ഒരു ചോദ്യം. ഞാൻ കൂട്ടിയില്ലേ? ഞാൻ കൂട്ടുന്നത് ഒരിക്കലും പടം വിജയിക്കുന്നത് കൊണ്ടല്ല. എൻ്റെ ചുറ്റുമുണ്ടാവുന്ന ഞങ്ങളെ എനിക്ക് സമാധാനത്തിലാക്കി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശമ്പളം. അങ്ങനെയല്ല എല്ലാവരും കൂട്ടുന്നത്. അല്ല, കൂട്ടുന്നതിൽ വ്യത്യാസമുണ്ട്, വളരെയധികം വ്യത്യാസമുണ്ട്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതും അല്ല എൻ്റെ ശമ്പളം. പല പടങ്ങൾക്കും പല ശമ്പളം. അല്ല, ഷൈനെ എനിക്ക് കൃത്യം അറിയാവുന്നതുകൊണ്ട് ഷൈൻ ഇത് പറയുമ്പോൾ സിനിമയിൽ നിന്നല്ലാതെ വേറെ വീടൊന്നും ഞാൻ കാശും വാങ്ങുന്നില്ല. ഉദ്ഘാടനത്തിന് കാശ് പറയും, മാക്സിമം അത് പോകാൻ വേണ്ടി പറയും. അതും സാംസ്കാരികമായിട്ടുള്ള സ്കൂൾ കോളേജുകൾ പരിപാടികൾക്കൊന്നും നമ്മൾ കാശ് വാങ്ങുന്നില്ല, ഇന്റർവ്യൂകൾക്കൊന്നും കാശ് വാങ്ങുന്നില്ല. അതെ, എനിക്ക് ഷൈൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഷൈൻ ശമ്പളം കൂട്ടിയില്ലേ എന്ന് ഞാൻ ചോദിക്കാനുള്ള ശമ്പളം കൂട്ടി. ആദ്യത്തെ പടത്തിന് എനിക്ക് കിട്ടിയ 1500 രൂപ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. അവിടെയാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊരു ശമ്പളം കൂട്ടുമ്പോഴാണ് അതാണ് പറഞ്ഞത് ഡിമാൻഡ്. അതുകൊണ്ടല്ല വരുന്നത്. ഡിമാൻഡ് വരുന്നത് നമ്മുടെ പെർഫോമൻസിലൂടെയും ആള് ഇഷ്ടപ്പെടുന്നതിലൂടെയാണ്. നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ, നമ്മുടെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിർമ്മാതാവ് വരുന്നത് ഷൈൻ്റെ അടുത്തേക്ക്. അടുത്ത നിർമ്മാതാവിന് നിർമ്മാതാവിന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണത്. ഇതിൽ കൂടുതൽ കാശുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ പടത്തിന് അത്രയും ചെലവ് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? കൃത്യമായിട്ട് തീരുമാനിക്കാവുന്ന നിർമ്മാതാവിന് തീരുമാനിക്കാലോ. അതിൽ താഴെ കിട്ടുന്നവരെ കിട്ടില്ലേ? അവരും കലാകാരന്മാരല്ലേ അല്ലേ? ആ ഒരു ചോദ്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ഡേറ്റുകൾ വാങ്ങി വെക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് കളികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇടനിലക്കാരുടെ ഒരേ താരത്തിന്റെ ഡേറ്റ് മറച്ചു വെക്കുന്നു. ഈ ഇടനിലക്കാരെന്തിനാണ് വന്നിട്ടുള്ളത്?
കാശടിക്കാൻ. ചില താരങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെല്ലാൻ പോലും കഴിയില്ല. കടമ്പകൾ ഏറെയാ നിർമ്മാതാവിന്. ചില താരങ്ങളുടെ ചില നിർമ്മാതാക്കൾ ഫിനാൻസ് വാങ്ങി ചെയ്യുന്ന നിർമ്മാതാക്കളുണ്ടല്ലോ, അവർ ഈ ഫിനാൻസ് വാങ്ങി താരങ്ങളുമായി കൂട്ടുകൂടി കാശടിക്കുന്ന പരിപാടികളും ഉണ്ട്. ഇതും അവരൊന്നും നിലനിൽക്കില്ല. ഇവർക്ക് എല്ലാ കാലത്തും ചെയ്യാനും പറ്റൂല. കാരണം ഇവർ ട്രൈ ചെയ്യുന്ന സാധനം ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതല്ല. എന്ത് ധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുള്ളൂ. ഒരു നിർമ്മാതാവിന് നേരിട്ട് താരങ്ങളുടെ അടുത്തേക്ക് എത്താവുന്ന താരങ്ങൾ വളരെ ചുരുക്കമാണ്. ഒരു നിർമ്മാതാവിന് താരത്തിന് ഇപ്പൊ ഷൈൻ്റെ അടുത്ത് വരാണെങ്കിൽ ഷൈൻ്റെ അടുത്ത് നേരിട്ട് വരാൻ കഴിയുന്നുണ്ട്. ഷൈൻ്റെ അടുത്ത് ശമ്പളം പറയാൻ കഴിയുന്നുണ്ട്, കഥ കേൾപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഇടനിലക്കാർ ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടുപേര് ഇപ്പോഴും ഉണ്ട്, മമ്മൂക്കയും ലാലേട്ടനും. എന്തുകൊണ്ട് അവർ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ക്വാളിറ്റിയാണ്. നമ്മൾ പറയും ഇത്രയും കാശ്, അവർ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവർ ഇത്ര വാങ്ങുന്നത് അല്ലേ? എത്ര 40 വർഷത്തോളം അതിൻ്റെ ആവില്ലേ? 30 വർഷമെങ്കിലും അതിൻ്റെ ആവില്ലേ? തീർച്ചയായിട്ടും 3 വർഷമായി അവർ കൂട്ട് കണ്ടിട്ടില്ലേ? ഒരു കൂട്ടാണ് അവര്. കൊടുക്കാൻ ആളുകളുണ്ട്. ഇവരെ ചീത്തയാക്കുന്ന ഈ വരുന്ന കൊടുക്കുന്നവരാണ്. തീർച്ചയായിട്ടും അമിതമായ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടതിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് ഇവര് തന്നെ കുറ്റം പറഞ്ഞു ശമ്പളം കൂടുതലാന്ന്. ഇവര് കൊടുക്കാൻ തയ്യാറാവുന്ന അവരല്ല കൊടുക്കണം, അവര് വേറെ ഒരാളുടെ വാങ്ങിയിട്ടല്ല കൊടുക്കണം. ഡയറക്റ്റ് പൈസ അല്ല അവരെ ആരോ മേടിച്ചു കൊടുക്കും. അപ്പൊ ഇയാൾ ഡേറ്റ് ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് എവിടെ നിന്ന് കാശ് എടുക്കാൻ പറ്റുള്ളൂ. ഈ കാശ് എടുത്തിട്ട് വേണം വേറെ കുറെ പരിപാടികൾ ചെയ്യാൻ, സിനിമയിലേക്ക് ഇറങ്ങാനല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലേ? ഉണ്ട്. കളകളുണ്ടല്ലോ വിളകൾക്കിടയിൽ. കർഷകൻ ഇങ്ങനെ എല്ലാ സമയത്തും വന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. പറിക്കുമ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകും. ഓരോ രൂപയിൽ. കൃത്യമാണ് ഷൈൻ, കൃത്യമായി കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പ്രസക്തമായ കാര്യങ്ങൾ തന്നെ ഷൈൻ ഇപ്പോൾ ഈ തവണ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഗൗരവമേറിയ സംഭവം നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ ആ ഒരു വ്യക്തിയെയും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ഒരാളുടെ പേര് പറഞ്ഞു. പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച. അത് പക്ഷെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ പ്രശ്നക്കാരൻ മാത്രമാണ് അവർ പറയുന്നത്. അത് ഹെൽത്തി ടോക്സ് ആൻഡ് അതൊരു ഒരു തരത്തിലും മുന്നോട്ട് നയിക്കില്ല. തീർച്ചയാണ്. അവാർഡ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. ഇത്തവണത്തെ സിനിമ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞു. വലിയ രീതിക്ക് പ്രശ്നങ്ങളില്ലാതെ അവാർഡ് പ്രഖ്യാപനം പോയി എന്നാണ് പൊതുവെ അഭിപ്രായം പറയുന്നത്. ഷൈൻ, അടിത്തട്ട് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു സിനിമയ്ക്ക്, അതൊക്കെ നമുക്ക് വളരെ സന്തോഷം മനസ്സിന്. അതാണ് ഞാൻ പറഞ്ഞത്. അത് സിനിമ എടുക്കാൻ വേണ്ടി കടലിൽ പോയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഡെയിലി കടലിൽ പോയി മീൻ പിടിക്കുന്നവര്. മൊത്തത്തിൽ ആ അവാർഡ്, ഇത്തവണത്തെ അവാർഡിനെ കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത് ഷൈൻ? മൊത്തത്തിൽ ഞാൻ അവാർഡ് പ്രഖ്യാപനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണാറില്ല. കാരണം ഒരു 10 പേര് അവാർഡ് കൊടുക്കണമെങ്കിൽ 10 ആൾക്ക് കൊടുക്കണം അല്ലേ? അതെ. അപ്പൊ ഈ വാങ്ങുന്ന ആൾക്ക് ഇത് എനിക്ക് കിട്ടാനുള്ളത് തന്നെയാണോ, ഞാൻ അർഹനാണോ എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലേ? അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. 10 സംഘടന 10 പേർക്ക് കൊടുക്കും. ഈ സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ 35 അവാർഡുകളും എല്ലാം തികഞ്ഞ അവാർഡുകളാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ്? നമുക്ക് തികഞ്ഞ അവാർഡുകളായിട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അവിടെ വരുന്ന ജൂറിയുമായി, അവരുടെ ചിന്തയുമായി, അവർ കാണുന്ന സാഹചര്യവുമായി, അവർ കാണുന്ന പടങ്ങളും എല്ലാമായി ബന്ധപ്പെട്ടാണത്. എന്നാൽ കൂടി അതിൽ ഒരു അക്കാഡമിക് അവാർഡ് എന്ന രീതിയിലേക്ക് ഇനിയും മികച്ചതാക്കാം. എങ്ങനെ? ജൂറിയിലെ അംഗങ്ങൾ ആരൊക്കെ? മലയാളികളായിരുന്നു എല്ലാവരും? എല്ലാവരും. ചെയർമാൻ മലയാളിയല്ല. ആര്? ചെയർമാൻ മലയാളിയല്ലായിരുന്നു. ജൂറി അംഗത്തിന്റെ ചെയർമാൻ മലയാളി. എന്തിന് മലയാള സിനിമയെ ജഡ്ജ് ചെയ്യാൻ ഇതിന് പുറത്തുനിന്ന് ആളുകൾ വരും? ഇവിടുത്തെ ഒരു കുട്ടി പറയുമല്ലോ, ഞാൻ നന്നായി അഭിനയിച്ച, മമ്മൂക്ക നന്നായി അഭിനയിച്ചെന്ന്. ഇല്ലേ? നമ്മുടെ ഭാഷയിലെ ചിത്രങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹിന്ദി പടം കണ്ടാൽ മനസ്സിലാവും ഇല്ലേ? അല്ല, ജൂറി ചെയർമാൻ എന്ന് പറയുന്ന ഒരാൾ, നമുക്കൊരു അക്കാഡമിക് ചെയർമാൻ ഇല്ലേ? രഞ്ജിത്ത് ഏട്ടൻ അല്ലേ? പിന്നെ ജൂറി അംഗങ്ങൾ മതി, അതിന് വേറൊരു ചെയർമാൻ. ഇതൊക്കെ ഒരു കീഴ്വഴക്കങ്ങളായതുകൊണ്ട് ഈ വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയാതെ അങ്ങനെ കീഴ്വഴക്കങ്ങൾ മാറ്റാം. മലയാള സിനിമകൾ കാണാൻ നമ്മുടെ മലയാളികൾ തന്നെ വേണം ജൂറി അംഗങ്ങളായിട്ട്, എല്ലാ അംഗങ്ങളായിട്ടും, ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ.
അങ്ങനെ ആകുമ്പോഴായിരിക്കും അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോയതായിരിക്കില്ലേ ഈ ചിത്രങ്ങളൊക്കെ. അപ്പൊ ആകെ തുക നമ്മുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളും ചിന്തിക്കില്ലേ, ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ആർക്കൊക്കെയാണ് മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ള ആർക്കൊക്കെ ആയിരിക്കും. തീർച്ചയായും നമ്മുടെ എല്ലാ മലയാളികളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. എല്ലാ മലയാളികളും സിനിമ കാണുന്ന മലയാളികൾ, സിനിമ കാണുന്ന മലയാളികൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ, എല്ലാവരുടെ ഉള്ളിൽ ഒരു ജൂറി ഉണ്ടാവും. ഇല്ലേ? പിന്നെ ഇത് ആദ്യം മുതൽ ഇരുന്ന് കാണണം. ഇതിൽ ഇതാണോ നല്ല, ഇത് പെർഫോമൻസ് ആണോ നല്ല, ഓക്കെ കുറച്ചും കൂടി ഫോർവേഡ് അടിച്ച് എൻ്റെ കാര്യമില്ല. അല്ല, ഷൈൻ പറയുന്ന കാര്യത്തിൽ പ്രസക്തമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ കാര്യമല്ല. ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇനി നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാവണം അതിൽ നിന്ന്. അല്ലാതെ ഡെഡ് ആവരുത്. അത് ഞാൻ പറയുന്നില്ല, ഡെഡ് ആവരുത്. അതാണ് എന്നല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്നാണ് ചിന്തിച്ചു തുടങ്ങേണ്ടത്. അല്ലാതെ പറഞ്ഞു നിർത്തിയത് വരെ വീണ്ടും വീണ്ടും ചിന്തിക്കുകയല്ല. പറഞ്ഞു നിർത്തിയെടുത്ത് നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. കൃത്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അത് ചോദിക്കാതെ പോകുന്നതും തെറ്റാണ്, ചോദിക്കുന്നതും തെറ്റായിട്ട് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. വളരെയധികം ഒരാൾ മരണപ്പെട്ടിരിക്കുന്ന സമയത്ത് അയാൾ ദൈവത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ ദൈവത്തിലേക്ക് തിരിച്ചെത്താനുള്ള നമ്മൾ ഇനി എന്ത് കണ്ട ഒരു കാര്യമില്ല. എല്ലാം പുറത്ത് എന്താണ് മാപ്പാക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അപ്പുറത്ത് ഒരാൾ ചെറിയ കുറുമ്പ് കാണിക്കുമ്പോൾ അത് ക്ഷമിക്കാൻ പറ്റണ്ട നമുക്ക്. ഇതെല്ലാത്തിനും സോറി എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ടല്ലോ. അപ്പുറത്ത് വേറെ ആള് പാറ എറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വളർന്നതും ചെറിയ കല്ല്, ഒരു ചെറിയ കല്ലായിരുന്നു കിട്ടുന്ന കയ്യടികളും മനസ്സിലായി. ഞാൻ പറഞ്ഞു ഒരു കൂട്ടർ, ഞാനിപ്പോ മാപ്പ് വയ്ക്കുക നിങ്ങളോട് ഗുണമുണ്ടാവും. എന്തിനു ഞാൻ വലിയൊരു കുറ്റം ചെയ്തു വന്നിരിക്കുക നിങ്ങളുടെ മുന്നിൽ കുറെ കാലമായിട്ട്. അപ്പൊ ക്ഷമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിങ്ങൾ വെറുതെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുക, നിങ്ങൾ പോലും ഇല്ല അവിടെ. മനസ്സിലായ? ആ സമയത്ത് ഒരു സാധനം വെറുതെ പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മാപ്പ് വയ്ക്കുന്ന ആള് എല്ലാ ഇത് കാട്ടിക്കൂട്ടലല്ലേ ഇപ്പോ? അല്ലേ അല്ല, അതെങ്ങനെയാ കാട്ടിക്കൂട്ടലാവും? അത്രയും സാധനം ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെ വേറെ ആളോട് ക്ഷമ വയ്ക്കണത്? അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് നമ്മൾ വേറെ ആളോട് ക്ഷമ വയ്ക്കുക. അതിനായിട്ട് വലിയ കാര്യം വന്നിട്ട് നമ്മുടെ ഇതിലൊരു കഥയുണ്ട് ബൈബിളില്. ഒരാൾ 10,000 കോടി കടം അയാൾക്ക്. നിങ്ങളുടെ അടുത്താണ് കടം. ഞാൻ വന്നിട്ട് പറയാം എൻ്റെ ഒരു കാശും കാര്യങ്ങളൊന്നും ഇല്ല. പറയാം അപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. ഞാൻ സന്തോഷമായി. ഞാൻ എന്നിട്ട് പോയിട്ട് 10 റുപ്യ എനിക്ക് തരാണ്ട് ഒരുത്താൻ. അവനോട് 10 റുപ്യ എന്നല്ല കൊല്ലും ഞാൻ പറഞ്ഞു. ശരിയാണാ? മനസ്സിലായി ഞാൻ പറഞ്ഞ കഥ? മനസ്സിലായില്ലല്ലോ. അതാണ് അത്രയും വൈൻഡപ്പ് വേണം. അത് ചിന്തിച്ചു. ഷൈൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, ആ പോയിന്റുകളിലേക്ക് കൃത്യമായിട്ട് തന്നെ ഷൈൻ പറഞ്ഞു. എന്റെ ഒരു ചോദ്യവും പ്രസക്തവും ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാതെ ആ സംസാരം നമ്മൾ ഇവിടെ നിർത്തുന്നു. ചെയ്തത് തെറ്റ് തന്നെ. ചെയ്തത് തെറ്റ് തന്നെ. വിനായകൻ പറഞ്ഞത് തെറ്റ് തന്നെ. അത് ചൂണ്ടിക്കാണിക്കുന്നവർ പറയുന്നത് ശരിയെന്നുമല്ല ഞാൻ പറയുന്നത്. വിനായകൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മാറ്റവുമില്ല. മാറ്റം വരുത്. അപ്പൊ അതിന് മുന്നേ ചെയ്തതാ? ഞാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത കാര്യത്തിലേക്ക്, രാഷ്ട്രീയ പാർട്ടി ചെയ്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിനായകൻ ആളുകളുടെ മുന്നില് വിനായകൻ എന്ത് കേസിന്റെ പേരിലാണ് പുള്ളിയെ കുറിച്ചത്? അത് രാഷ്ട്രീയമാണ്. ഏത് രാഷ്ട്രീയം? രാഷ്ട്രീയത്തിൽ പറഞ്ഞാണ്. രാഷ്ട്രീയത്തിൽ പറഞ്ഞ കാര്യം രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെട്ടില്ലല്ലോ. നമ്മൾ അറിയുന്നത് ഇത് വഴിയാ, മീഡിയ വഴിയാണ്. പത്രക്കാരെയാണ് പറയുന്നതെങ്കിൽ പത്രക്കാരെയല്ല പറയുന്നത്. ചില പത്രക്കാരല്ല, ചില മാധ്യമങ്ങൾ അതിനെ പ്രശ്നത്തിന് പകരം എന്ത് കാണിക്കുന്നു? സോളാർ ഇഷ്യൂവിൽ എന്താ കൂടുതൽ ചർച്ച ചെയ്തത്? സോളാറിന്റെ കണക്കിന്റെ തീടി എടുക്കാനാണോ പോയത് ഇവര് കോയമ്പത്തൂര്? അല്ല. അതെന്ത് രാഷ്ട്രീയ? ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യമാണ്.
എൻ്റെ മുത്തച്ഛനെ കുറിച്ച്, എൻ്റെ അച്ഛനെ കുറിച്ചാണ് ഇത് കേൾക്കുന്നതെങ്കിലോ? ലൈംഗികത ഒരാളുടെ പ്രശ്നമാണോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്തിനാ ചർച്ച ചെയ്യുന്നത്? ഒരിക്കലും അല്ല. എന്തിനാ? ഇതിൽ നിന്നാണല്ലോ നമ്മളെല്ലാം ഉണ്ടാവുന്നത്. ഇപ്പൊ അയാൾക്ക് ലൈംഗികമായിട്ട് ഒരുപാട് ബന്ധപ്പെടാൻ കഴിവുണ്ടെങ്കിൽ നമ്മളെന്താ ചോദിക്കാൻ പോണ? ഒരു പാമ്പെണ്ണ ചേരുമ്പോൾ നമ്മൾ തടസ്സപ്പെടുത്തുവോ? ഇല്ല. പട്ടിയാണോ ചേരുമ്പോൾ നമ്മൾ തടസ്സപ്പെടുത്തുവോ? പിന്നെ മനുഷ്യനാണോ ചേരുമ്പോൾ എന്തിനാ അത്ര പ്രശ്നം? അതെന്തിനാ ചർച്ചയാക്കേണ്ടത്? എന്താ ചർച്ച ചെയ്യേണ്ടത്? എന്താ ചർച്ച ചെയ്യേണ്ടത്? ഷൈൻ പറയുന്നത് അത് ചർച്ചയാക്കിയ മീഡിയ ഉൾപ്പെടെയാണ് ഇപ്പൊ ഷൈൻ പറയുന്നത്. അല്ല, മീഡിയയല്ല, അത് കൈകാര്യം ചെയ്തിരുന്ന കുറച്ച് വ്യക്തികളെ. ഓക്കെ, വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അല്ലേ? അതാ ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പൊ എത്ര വർഷമായി? പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ സോളാർ കേസ്. സോളാർ കേസിൽ നമ്മൾക്ക് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന വിഷ്വലുകൾ എന്താണ്? ചാനലുകൾ കാണിച്ചിരുന്ന സോളാർ കാണിച്ചിട്ടുണ്ടാ? ഇല്ല. എവിടെയും എന്താണ് കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്? ജനാധിപത്യ രാജ്യത്തിൽ അത് തുറന്നു കാണിക്കണ്ടേ? എന്ത് തുറന്നു കാണിക്കാൻ? വിഷയങ്ങൾ തുറന്നു പറയാം. എന്താണ് ഉണ്ടായത്? നിരപരാധിയാണെങ്കിൽ നിരപരാധിയായിട്ട് പോയല്ലോ. അല്ല, അപ്പൊ ലാസ്റ്റ് അപ്പൊ ഇതൊന്നും ചെയ്തിട്ടില്ലേ, മാപ്പ് വയ്ക്കുമ്പോ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല അർത്ഥം. 15 വർഷമായിട്ട് ഈ പറഞ്ഞ മറ്റു വ്യക്തിനെ ക്രൂശിക്കാൻ വന്നവരോടാ. മനസ്സിലായോ? അയാൾ ചെയ്തത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആണാ? അല്ല അല്ല അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അയാൾ ചെയ്തത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നല്ലവനെന്ന് പറയും. ആ, നിന്റെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല എന്ന് നമുക്കൊരു പടത്തിൽ പറയുന്നുണ്ട്. രാപ്പകല്ല്, ഏത് ആനക്കാരൻ മരിച്ച നല്ല പറയും, നിന്റെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല എന്ന് പറയും. ആ രീതിയിൽ മാറ്റിയതാണ് അല്ലേ? അല്ലാതെ വേറെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല അതിൽ. ഇനിയിപ്പോ പുള്ളി ഇനി 1 മാസം കൂടി ജീവിക്കുകയാണെങ്കിൽ 1 മാസം കൂടി കുറ്റം പറയില്ലേ? ഇല്ലേ? കൂടെ നിന്നവരും പറയും, കൂടെ കിടക്കുന്ന ഭാര്യ പോലും സംശയിക്കില്ലേ? മക്കളുടെ പേരക്കുട്ടികൾ അവരും ടി വിയും ഇതൊക്കെ കാണുന്നതല്ലേ? ഈ പറയുന്ന സ്ത്രീ, ഈ സ്ത്രീനെ ഇത്രയധികം ബഹുമാനിക്കുന്ന ആളുകളാണോ നമ്മള്? ഒരിക്കലും ഇക്വാലിറ്റി കൊണ്ടുവരുന്ന ആളുകളല്ലേ? സ്ത്രീ ഭൂമി ദേവിയായിട്ട് കാണുന്നവരല്ലേ? എന്നിട്ട് ഒരു പ്രശ്നത്തിൽ ഒരു സ്ത്രീ വന്ന ആ സ്ത്രീനെ എങ്ങനെയൊക്കെ അവർ പറയും. എന്താ സ്ത്രീക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും ഗാങ്സ്റ്റേഴ്സ് ആവാം. ആയിക്കൂടെ? തീർച്ചയായിട്ടും ആകാമല്ലോ. ആകാമെന്നല്ല ഞാൻ പറഞ്ഞത്, ആക്കാമല്ലോ. അതാ ഇക്വാലിറ്റി. ആക്കാമല്ലോ. നമ്മളാണുങ്ങൾ, ആണുങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടുന്നു വളരെ മികച്ച ഒരു കഴിവും, അതേ പരിപാടി സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ വളരെ മോശവും അല്ലേ? ഇതെല്ലാം നമ്മൾക്ക് ഒരുപാട് ചിന്തകളുടെയും പഠനങ്ങളുടെയും ഒക്കെ കുറവ് പറഞ്ഞു വെക്കുന്നുണ്ട്. കോടതിയിലെ സീനിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ കുറുക്കൻ സിനിമയിൽ. അല്ല, അതിപ്പോ സ്ത്രീകളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ കാണാം. അല്ല, സ്ത്രീകൾക്ക് കാണാൻ പാടാത്തതും ആണുങ്ങൾക്ക് കാണാൻ പാടുന്നതായിട്ട് ഒന്നും ഇല്ലല്ലോ. അതെ, അതാണ് ഞാൻ അതിലേക്ക് പെട്ടെന്ന് വന്നത്, കുറുക്കൻ സിനിമയിലേക്ക്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വേർതിരിവില്ല. സ്ത്രീ പുരുഷൻ വേർതിരിവില്ല. ഇല്ല, വേർതിരിവുണ്ട് അവയവങ്ങളിൽ മാത്രം അല്ലേ? അതെ. അപ്പൊ എന്ത് പറഞ്ഞാലും ഷൈൻ പറയാനനുസരിച്ച് മനസ്സിലാക്കാൻ കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആരാധ്യനായ നേതാവ്, ജനപ്രിയനായ നേതാവ്, ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം, പ്രതിപക്ഷ നേതാവ്, ഒരു വ്യക്തിയിലല്ല പറഞ്ഞത്. അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടിയവരും കല്ലെറിഞ്ഞവരും ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാതോരാതെ സംസാരിക്കുന്നു എന്നത് തന്നെയാണ് ഷൈൻ ചൂണ്ടിക്കാണുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ തെറ്റായിട്ട് കാണിക്കുന്നില്ല. അല്ല, ഷൈൻ പറയുന്നതിൽ ഞാൻ കാണിക്കുന്നത് എന്തിനെയാണ് തെറ്റ്? ഇപ്പുറത്ത് ചെറുതായിട്ടൊന്നും വിമർശിക്കപ്പെട്ട ആളെ അറ്റാക്ക് ചെയ്യുമ്പോ മനസ്സിലായോ? അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഷൈൻ പറയുമ്പോഴും ഞാൻ അതിനകത്ത് ഒറ്റ കാര്യം ഞാൻ ഇപ്പോഴും തുറന്നു പറയും, വിനായകൻ ചെയ്തത് തെറ്റായിട്ട് തന്നെ ഞാൻ കാണും. മറ്റുള്ളവർ ഉമ്മൻചാണ്ടി വിനായകൻ ചെയ്തതാണോ തെറ്റ്, വിനായകനാണോ തെറ്റ്? വിനായകൻ പറഞ്ഞത് തെറ്റ്, വിനായകനല്ല. അപ്പൊ വിനായകൻ പറഞ്ഞത് തെറ്റ് 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 എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടും. അതെ,
ഞാൻ തെറ്റല്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് സംസാരിക്കണം? അപ്പൊ വിനായകൻ ചെയ്തത് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വ്യക്തമായത്? വിനായകൻ ചെയ്ത ഒരു ചെറിയ തെറ്റും അത് തെറ്റ് തന്നെയാണെന്നും താങ്കൾ പറയുന്നുണ്ട്. അത് 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 ആ സാധനം തെറ്റാണ്. വിനായകനല്ല തെറ്റ്. കാരണം ഞാൻ പറയട്ടെ, ഇത്രയും കാലം 15 വർഷം ഒരാൾക്ക് പാടി കിടക്കാം. അതെ, ഒരു 15 സെക്കൻഡ് ആക്കിയതിനാണ് ആ പ്രശ്നം. ആണാ വിരോധാഭാസമായിട്ട് തോന്നില്ലേ? അപ്പം ഷൈൻ പോകുന്നതിന് മുമ്പ് നമുക്ക് തുറക്കാൻ പറ്റില്ല. ഷൈൻ ഷൈൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മളിത് ചർച്ച ചെയ്യുന്നത് തർക്കിക്കാനാണെങ്കിൽ തർക്കിക്കാം. അതെ, പറഞ്ഞു തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യം. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പറഞ്ഞു തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഷൈൻ പറഞ്ഞ കാര്യം ഉൾക്കൊണ്ട് തന്നെ പറയുന്നു, പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലൊക്കെ താഴെ കിടക്കുന്നുള്ളൂ. പാവം ചെയ്തവരുള്ളൂ. ഇതേയും കൃത്യം പറയാം. അപ്പൊ പാവം ചെയ്തവരുള്ളൂ. ഏത് പാവം ചെയ്തവരുള്ളൂ? ഞാനടക്കം ആർക്കും കല്ലെടുക്കാൻ പറ്റില്ല. കല്ലൊക്കെ ഇവിടെ തന്നെ കിടക്കും. ആ കല്ല് അവിടെ തന്നെ കാണും. അതുകൊണ്ടല്ലേ കല്ല് കയ്യിലുണ്ടായിരുന്നൊക്കെ കല്ല് താഴെട്ട് പോയത്. ആരെങ്കിലും കല്ലെറിഞ്ഞ? ഇല്ല. അതല്ല കല്ലൊക്കെ താഴെ കിടക്കുന്നു. ഇപ്പോഴും ഷൈൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിനകത്ത് എനിക്കൊരു മാറ്റം. ഏത് കാര്യത്തില്? ഞാൻ വിനായകന്റെ കാര്യത്തിൽ. അത് നിങ്ങൾ അങ്ങനെ തന്നോ? അപ്പം കുറുക്കൻ സിനിമ സൂപ്പർ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം റിലീസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. ഇപ്പൊ തമിഴിൽ 3 എണ്ണം ചെയ്തു, തെലുങ്കില് 4 സിനിമകൾ. തെലുങ്കില് ഭാഷ അറിയാത്തതുകൊണ്ട് 4 ആയി. സാറിന്റെ പടം 100ാമത്തോടാ. അതാണ് പറഞ്ഞത്. കമൽ സാറിന്റെ കൂടെ ഇപ്പൊ ഒരു സിനിമ ചെയ്തിരിക്കുന്നു, ഒരു ശിഷ്യൻ. ആദ്യത്തെ പടം കമൽ സാറിന്റെ, പിന്നെ 100ാമത്തെ പടം. അങ്ങനെയാണ് പോയല്ലേ? അപ്പം ഷൈൻ്റെ 100ാമത്തെ സിനിമ ആണ്. 100ാമത്തെ പടം ഇവർ കണക്കൂട്ടി പറയണതാ. ശരിക്കും കണക്കൂട്ടിട്ട് പറയരുതേ. 100ാമത്തെ അല്ല, 99ാമത്തെയാണ്. എന്നും അങ്ങനെ പറയാനാ ഇഷ്ടം? അല്ല, 100ാമത്തെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ പടം ഗദ്ദാമ സാറിന്റെ. അത് കഴിഞ്ഞിട്ട് സാർ 5 വർഷം പടം ചെയ്തിട്ടില്ല. അക്കാഡമിക് ചെയർമാനായപ്പോഴേ. അതെ. സാറും വീണ്ടും സെറ്റില് ആക്റ്റീവ് ആകുന്നത് കാണാൻ നമ്മളത് കണ്ടിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പേര് തന്നെ രസകരമായ ഒരു പേരാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വൈറലാവാണല്ലോ എല്ലാതും. ഇന്നത്തെ കാലഘട്ടത്തിലെ പേരുള്ള. അപ്പം കമൽ സാറിന്റെ കൂടെ വീണ്ടും നിങ്ങൾ അഭിനയിച്ചില്ലേ അതിൽ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. എന്തായിരുന്നു ക്യാരക്ടർ? കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ. ഒരു കുഴപ്പമില്ല, നല്ല ക്യാരക്ടറാണ്. അങ്ങനെ അഭിനയിച്ചത്. എന്തായാലും കമൽ സാറിന്റെ കൂടെ ഒരു സിനിമ വീണ്ടും ആദ്യമായിട്ടാണ് കമൽ സാറിന്റെ കൂടെ അഭിനയിക്കണം. ഇപ്പോഴല്ലേ നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ? അത്രേ ഉള്ളൂ. അതിനും അപ്പൊ അഭിനയമായിരുന്നു താല്പര്യം? ഒരിക്കലും അല്ലേ. താല്പര്യമില്ലാത്ത കാര്യമാണ് അഭിനയിക്കാൻ. അഭിനയമായിരുന്നോ താല്പര്യമൊന്നുമല്ല. അഭിനയം താല്പര്യമുള്ളത് തന്നെയാ. ഷൈനെ പോലെ താല്പര്യമുള്ളത് തന്നെയാ. നമുക്ക് നമ്മുടെ മേഖല അതിനേക്കാൾ കൂടുതൽ താല്പര്യം എന്റെ മാധ്യമപ്രവർത്തനം തന്നെയാണ്. മകളും മാധ്യമരംഗത്ത് മാധ്യമപ്രവർത്തനമാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദുബായിൽ പോയി ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തനത്തെക്കാൾ കൂടുതൽ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടിയാണ്. കാരണം വളരെ ധനികർക്ക് കലയുടെ ആവശ്യമില്ലല്ലോ. പട്ടിണിയിൽ നിന്നല്ല കല ഉണ്ടാവുന്നത്. അതുകൊണ്ടല്ലേ അവിടെ സിനിമ ഉണ്ടാവുന്നത്. നമ്മളും പട്ടിണി കിടന്നാണല്ലോ വരുന്നത്. അല്ല, ദുബായില് ഇത്രയും കാശുണ്ടായിട്ടും ഒരു സിനിമ ഇല്ലാത്തത്. വലിയ ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാവും. ശരിയാണ്. പട്ടിണി എടുക്കുമ്പോഴാണല്ലോ കല ഒക്കെ വരുന്നത്. ഭയങ്കര ധനികരൊന്നും അതിനെ കുറിച്ച് കഷ്ടപ്പെട്ട് വെയിലുണ്ട്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പം ഷൈന് ഇനിയും സിനിമകൾ ഒത്തിരി ഉണ്ടാകണം. ഒത്തിരി നമ്മൾ അഭിനയമാണ്. എല്ലാവർക്കും ഒത്തിരി സിനിമകൾ ഉണ്ടാകണം. തിയേറ്ററിൽ തന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് വേണ്ടത്. കൃത്യമായ നമ്മളിപ്പോ എന്റെ പടം കണ്ട് ഇവനെ കാശ് കിട്ടുന്നു. നമ്മുടെ പോകട്ട് നമ്മൾ 100 രൂപ പുറത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം കണക്കുകൂട്ടലുകൾ തന്നെ പോവുക. നിർമ്മാതാക്കളായാലും സംഘടനകളായാലും ഈ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഒരു കലാകാരൻ എന്ന നിലയിൽ പറയുന്ന ഒരു ഉപദേശം പോലെ നിങ്ങൾ അത് നിങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, നിങ്ങളുടെ രീതിയിലുള്ള ആശയങ്ങളിലേക്ക് എത്തുക. എന്തായാലും ഇത്രയും സമയം മണിക്കൂറോളം. എത്ര മണിക്കൂറായി നമ്മുടെ കൂടെ? 1 മണിക്കൂറോ? സാരിച്ചയിൽ ഒത്തിരി 1 മണിയായ സാരിച്ചയിൽ നമ്മള് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ തുടങ്ങുമ്പോഴല്ലേ തുടങ്ങിയേ? ഇത് എത്ര വർഷം കാണിക്കും? ഒന്നുമില്ല. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം.